ഗായ്സ്, അപ്പം ഇന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ. അമ്മതാ ചോറ്, മാമ്പഴക്കറി, പയറുപ്പേരി, പഴം, കായ വറുത്തത്, പുളിഞ്ചി, അച്ചാറ്, ഇതെന്തായിരുന്നു അമ്മ? മസാലക്കറി, കാളൻ, അവിയൽ, പപ്പടം. അപ്പം നമുക്ക് കഴിക്കാം. പിറന്നാൾ സദ്യ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് എന്താ പിറന്നാൾ സദ്യ കഴിക്കാൻ പോവാണേ. എനിക്ക് മാമ്പഴക്കൃഷിയും എല്ലാം എനിക്കിഷ്ടം. അടിപൊളി. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോഴുള്ള സ്വാദ് കാണിച്ചു. പുളിഞ്ചി, പയറുപ്പേരി, പപ്പടം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എൻ്റെ പിറന്നാൾ വിഷയം എല്ലാവർക്കും ഇതാ. ഗൈസ് വല്ലാത്ത കഷ്ടമാണ്. പിറന്നാളായോണ്ട് മതി എന്ന് പറയാൻ പാടില്ല. അപ്പം ഇങ്ങനെ കാണിക്കാം. അങ്ങനെ എന്താ അവസ്ഥയാണ്? പാടില്ല. ഈ നിയമം ഇവിടെ തെറ്റിക്കണം. ഇവിടെ നിയമം പാടില്ല. ഈ മതി എന്ന് പറയാൻ പാടില്ല. അത് ഫുഡ് രണ്ടാമത് കിടക്കണം. സ്വാദുണ്ട്. അതൊന്നും ലേറ്റ് അടിച്ചു പോയി. രണ്ടാമത് കഴിക്കട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം ഉണ്ട്. ഞാൻ പായസം കുടിക്കാറില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കുടിക്കും. പിറന്നാളല്ലേ അമ്മേ. മാങ്ങയുടെ അണ്ടി കൂടി കഴിക്കാൻ എനിക്ക് വയ്യ. എന്താ അതേ എന്തോരം കൂട്ടാൻ ഇത് ഒലിച്ചു പോലും കൂട്ടാനൊക്കെ ചോറ് അമ്മായി തൊടയില്ല. ഞാൻ ഗൈസ്, നമ്മുടെ പാലട പായസം കുറച്ച് മതി. മധുരമാണ്, കുറച്ച് കുടിക്കാം. അല്ലെങ്കിൽ അവിടെ എൻ്റെ അമ്മ തുള്ളും. എനിക്ക് വെള്ളയിൽ കുടിക്കാൻ ഇഷ്ടം. ഗ്ലാസ്സിനകട്ടും വെള്ളയിൽ കുടിക്കുമ്പോൾ ഞാൻ പായസം കുടിക്കും. എൻ്റെ അച്ചാറ് തൊട്ട് നോക്കാം. അടിപൊളി സൂപ്പാകും. അപ്പം അങ്ങനെ എൻ്റെ പിറന്നാളും കഴിഞ്ഞു, ബർത്ത്ഡേയും കഴിഞ്ഞു. ഇനി അടുത്ത വർഷമാവും. ദൈവമേ, വയസ്സ് പോണ പോക്കേ.